Hi students, I have a question for you. ഈ കാണുന്ന ഡോർ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടോ ഏത് ഡയറക്ഷനിലോട്ടാണ് ഈ ഡോർ തുറക്കണ്ടേ എന്നുള്ളത്? എനിക്ക് ഒരുപാട് പ്രാവശ്യം കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഐദർ വി ഹാവ് ടു പുഷ് ദ ഡോർ ഓർ വി ഹാവ് ടു പുൾ ദ ഡോർ അല്ലേ? ദാറ്റ് മീൻസ് വി ആർ ആക്ച്വലി അപ്ലൈയിങ് എ ഫോഴ്സ് ഇൻ ടു ഇറ്റ്. സോ ഈ ചാപ്റ്ററിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോർ അബൌട്ട് ഫോഴ്സ്. സോ വെൽക്കം ടു മനോരമ ഹൊറൈസൺ ആൻഡ് വെൽക്കം ടു ദ ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷർ. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യമേ പറഞ്ഞു, ഡോറിൻ്റെ കേസിൽ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ആക്ച്വലി നമുക്ക് ഡോറിനെ തുറക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഒന്നില്ലെങ്കിൽ പുഷ് ചെയ്യണം ഓറൽസ് നമുക്ക് പുള്ള് ചെയ്യണം. സോ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് രണ്ട് സിനാരിയോ കാണാൻ പറ്റും. ഫസ്റ്റ് സിനാരിയോയിൽ എന്താണ്? എ പേഴ്സൺ ഈസ് ആക്ച്വലി ട്രൈങ് ടു പുഷ് സംതിങ് അല്ലേ, ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വേറാസ് സെക്കൻഡ് സിനാരിയോയിൽ എന്താണ്? എ ഗേൾ ഈസ് ട്രൈങ് ടു പുൾ, ഒരു എന്താ പറയുക വടംവലി പോലെ, ഒരു ടഗ് ഓഫ് വാറിൽ എ ഗേൾ ഈസ് ട്രൈങ് ടു പുൾ ദ റോപ്പ്. സോ ഇവിടെ ദർ ഈസ് ആൻ ഇൻട്രാക്ഷൻ, ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റും ആ ഒരു മാനും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ബേസിക് ഡെഫിനിഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് യു ലുക്ക് മോർ ഡീപ്പർ ഇൻ ടു ഫോഴ്സ്, വി ക്യാൻ സേ ദാറ്റ് ഫോഴ്സ് ഈസ് എ പുഷ് ഓർ പുൾ ഓഫ് എൻ ഒബ്ജക്റ്റ്. ആൻഡ് ഈ പുഷിനെയും പുള്ളിനെയും നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? പുഷ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ലെറ്റ് us say നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ട് ആൻഡ് ഇഫ് ഐ എം അപ്ലൈയിങ് എ ഫോഴ്സ്, അതായത് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ, അതായത് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് എവേ ഫ്രം മീ, എന്നിൽ നിന്നും ഒബ്ജക്റ്റ് ദൂരോട്ട് പോവുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് അപ്ലൈഡ് എ പുഷ് ഫോഴ്സ്. അതായത് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് എവേ ഫ്രം ദ ബോഡി വിച്ച് ഈസ് അപ്ലൈയിങ് ദ ഫോഴ്സ്, ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് എ പുഷ് ഫോഴ്സ്. വേറെ സെക്കൻഡ് കേസിൽ നമുക്ക് പറയാം, ഇഫ് ഐ എം അപ്ലൈയിങ് എ ഫോഴ്സ് ടു എൻ ഒബ്ജക്റ്റ് ഫ്രം ദിസ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒബ്ജക്റ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മീ. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് കമ്മിങ് ടുവേർഡ്സ് മീ, അങ്ങനത്തെ ഒരു ആക്ഷൻ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് ഐ ഹാവ് അപ്ലൈഡ് എ പുൾ ഫോഴ്സ്. സോ ഇതാണ് രണ്ട് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആക്ച്വലി കുറച്ച് സിറ്റുവേഷൻസ് അനലൈസ് ചെയ്യാം. വി ക്യാൻ അനലൈസ് സം സിറ്റുവേഷൻ വേർ അത് എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണെന്ന് നമുക്ക് അനലൈസ് ചെയ്ത് ദീസ് ആർ സം റിയൽ ലൈഫ് എക്സാമ്പിൾസ്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എന്താണ്? മൂവിങ് എ ബുക്ക് പ്ലേസ്ഡ് ഓൺ എ ടേബിൾ. അപ്പോൾ ഒരു ടേബിളിൽ ഇരിക്കുന്ന ബുക്കിന് ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. സോ ഇവിടെ ചെയ്യുന്ന ആക്ഷൻ എന്താണ്? ഐ എം ആക്ച്വലി മൂവിങ് ബുക്ക് അല്ലേ. സോ ഇവിടെ കൊടുക്കുന്ന ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ ആം മൂവിങ് ദ ബുക്ക്. സോ ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്തിട്ടുള്ളത്? ആം ഐ പുഷിങ് ദ ബുക്ക് ഓർ ആം ഐ പുള്ളിങ് ദ ബുക്ക്? സോ ഇവിടുത്തെ കേസ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. ഐ എം മൂവിങ് ദ ബുക്ക് എവേ ഫ്രം മൈ സൈഡ്. സോ ഞാൻ ആ ബുക്കിനെ തള്ളി മാറ്റാണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പുഷ് ഫോഴ്സ്. രണ്ടാമത്തെ കേസിൽ എ ഫുട്ബോളർ ഈസ് ടേക്കിംഗ് എ പെനാൽറ്റി. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഫുട്ബോളേഴ്സ് ടേക്കിംഗ് പെനാൽറ്റി. സോ അവിടെ സംഭവിക്കുന്നത് എന്താ? ഫുട്ബോളർ ചെയ്യുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഹീസ് കിക്കിംഗ് ദ ബോൾ അല്ലേ. സോ ബോൾ കിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബോള് ഫുട്ബോളറിൻ്റെ അടുത്തുനിന്ന് ദൂരേക്ക് പോവുകയാണ്. ഹീസ് കിക്കിംഗ് എവേ ദ ബോൾ. സോ വാട്ട് കൈൻഡ് ഓഫ് ഫോഴ്സ് ഇറ്റ് ഈസ്? ഇറ്റ് ഈസ് ആക്ച്വലി പുഷ് ഫോഴ്സ്. നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് ഒരു ബാറ്റർ ഈസ് ഹിറ്റിംഗ് എ 6. സോ അവിടെ നമുക്കറിയാം അവിടെ ഇൻട്രാക്റ്റീവ് ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഒബ്ജക്ട്സ് തമ്മിലാണ് ഇൻട്രാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു ബാറ്റ് ഉണ്ടായിരിക്കും, ഒരു ബോൾ ഉണ്ടായിരിക്കും. സോ ബാറ്റർ ഈസ് ട്രൈങ് ടു ഹിറ്റ് എ 6. അവിടെ സംഭവിക്കുന്നത് എന്താ? ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബോൾ വിൽ മൂവ് എവേ ഫ്രം ദ ബാറ്റർ, അതായത് ബോൾ ഒരുപാട് ദൂരത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. സോ ഇവിടെ ദ ബാറ്റർ ഈസ് ഹിറ്റിംഗ് ദ ബോൾ. ദ ആക്ഷൻ എന്ന് പറയുന്നത് ഹിറ്റിംഗ് ആണ്. ഇവിടെ നടക്കുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്താണ്? അവിടെയും ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബോളാണ്. സോ ബോൾ ഈസ് മൂവിങ് എവേ ഫ്രം ദ ബാറ്റർ. സോ അവിടെ നടന്നത് എന്താണ്? ഇറ്റ് ഈസ് പുഷിങ്. ആൻഡ് ഫോർത്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത് വി ആർ ഓപ്പണിങ് എ ഡ്രോയർ. നമ്മൾ ടേബിളിൻ്റെ ഒരു ഡ്രോയർ ഓപ്പൺ ചെയ്യാണ്. സോ ഡ്രോയർ ഓപ്പൺ ചെയ്യുന്ന ആക്ഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ നമ്മുടെ അടുത്തോട്ട് വരയ്ക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി വി ആർ പുള്ളിങ് ദ ഡ്രോയർ ടുവേർഡ്സ് അസ്. സോ അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ഈസി, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പുൾ ഫോഴ്സ്. ലാസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രോയിങ് എ ബക്കറ്റ് ഓഫ് വാട്ടർ ഫ്രം എ വെൽ. സോ അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ആക്ച്വലി കയർ വെച്ചിട്ട് വെള്ളം കോരുകയാണ്. സോ കയറിന് ആക്ച്വലി നമ്മുടെ അടുത്തോട്ടാണ്, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്തോട്ടും ആ ബക്കറ്റ് ആക്ച്വലി നമ്മുടെ അടുത്തോട്ടാണ് വരുന്നത്, താഴെ നിന്ന് അല്ലേ. സോ വി ആർ ആക്ച്വലി പുള്ളിങ് ദ ബക്കറ്റ് ഫ്രം ദ വെൽ. സോ അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പുൾ ഫോഴ്സ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതായത് പുഷ് ആൻഡ് പുൾ എന്താണെന്ന് പറഞ്ഞു. സോ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് ഒക്കർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൗ ഡസ് എ ഫോഴ്സ് ഒക്കർ ഇൻ എ ബോഡി? സോ രണ്ട് സിനാരിയോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫോഴ്സ് രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇൻട്രാക്ഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ്? ഇവിടെ ഒരു കാറുണ്ട് ആൻഡ് എ പേഴ്സൺ ഈസ് പുഷിങ് ദ കാർ ബ്രേക്ക് ഡൗൺ ആയിട്ട് കാറിനെ പുഷ് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അനലൈസ് ചെയ്താൽ മനസ്സിലാവും there are two objects which are having interaction between each other. So this is the first object and the car is the second object. Okay,
സോ ഈ രണ്ട് ഒബ്ജക്റ്റും ഇൻട്രാക്ഷൻസ് സംഭവിക്കുന്നത് കൊണ്ടാണ് എന്ത്, സോ വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദിസ് ഇൻട്രാക്ഷൻ? ഈ ഇൻട്രാക്ഷൻസ് നടക്കുന്നത് കാരണം എന്താണ് സംഭവിക്കുന്നത്? ഈ മാൻ ആക്ച്വലി കാറിനെ പുഷ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഈ കാർ ഈ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും അല്ലേ? സോ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്, അതായത് രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇൻറ്ററാക്ഷൻ കാരണം ഒരു ചേഞ്ച് സംഭവിക്കും. ഐദർ ഒരു ബോഡിക്ക്, ഐദർ ഈ ഒരു കാറിനായിരിക്കും ചേഞ്ച് സംഭവിക്കുന്നത്, ഓർ മേ ബി ഈ പേഴ്സണിന് ചേഞ്ച് സംഭവിക്കാം. സോ ആ ഒരു ചേഞ്ച്, ഒരു ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന ഒരു ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ദെൻ ഓൺലി വി ക്യാൻ സേ ദാറ്റ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ വാട്ട് ഡസ് എ ഫോഴ്സ് ഡു? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ രണ്ട് ബോഡീസ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി സം ഫോം ഓഫ് ചേഞ്ചസ് അല്ലേ? സോ എന്ത് ഫോം ഓഫ് ചേഞ്ചസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഒരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ആണെന്ന് വിചാരിക്കുക. സോ ആ ഫോഴ്സിന് നമുക്ക് ആ ഒബ്ജക്റ്റിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? ഇവിടുത്തെ എക്സാമ്പിൾ എടുത്തു, ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മൾ ഫോർജിങ് എ മെറ്റലാണ്. അതായത് ഒരു മെറ്റലിനെ ചൂടാക്കിയിട്ട് അതിനെ നമ്മളൊരു ഹാമർ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? മെറ്റലിൻ്റെ ഷേപ്പ് ആക്ച്വലി മാറുകയാണ്. സോ ഈവൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ അല്ല, നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹിറ്റ് ചെയ്താൽ ആ ഒബ്ജക്ട്സിന് ചെറിയൊരു ഡീഫോർമേഷൻ സംഭവിക്കും. ആ ഒരു ഷേപ്പിന് ഒരു വ്യത്യാസം വരാൻ ചാൻസസ് ഉണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഫോഴ്സ് ക്യാൻ ആക്ച്വലി ചേഞ്ച് ദ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓൾസോ ഫോഴ്സിന് ഷേപ്പ് മാത്രമല്ല, ഫോഴ്സിന് ആക്ച്വലി വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി. ഇപ്പം നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുട്ബോളർ ഇസ് കിക്കിങ് എ ബോൾ. ഒരു പെനാൽറ്റി എടുക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? ബോളിനെ ആക്ച്വലി ഒരു പൊസിഷനിൽ പ്ലേസ് ചെയ്യണം. സോ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡീനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി വിൽ സ്റ്റാർട്ട് ടു മൂവ് അല്ലേ? സോ ഫോഴ്സ് ക്യാൻ ആക്ച്വലി ചേഞ്ച്, what does a force can do? Force can actually change the shape of an object and also change the state of motion of an object. So ഒരു ഷേപ്പ്, അതായത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, അതിനകത്ത് ആക്ച്വലി ഫോഴ്സിൻ്റെ നമ്മൾ മെറ്റലിനെ നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ മെറ്റലിനെ ഹാമർ വെച്ച് ഹിറ്റ് ചെയ്യുമ്പോൾ ദ ഷേപ്പ് ഓഫ് ദ മെറ്റൽ ഈസ് ചേഞ്ചിങ്. സോ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഓൾസോ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അതായത് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ ഐദർ എ ബോഡി ക്യാൻ ബി ഇൻ റെസ്റ്റ് ഓർ എ ബോഡി വിൽ ബി ഇൻ മോഷൻ. ഓൾറെഡി മോഷനിലുള്ള ഒരു ബോഡീനെ നിർത്തണം എന്ന് വെച്ചാലും വി ഹാവ് ടു അപ്ലൈ സം ഫോഴ്സ്. ഓക്കെ, സോ നമുക്ക് സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഇഫ് ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 0, ദെൻ ദ ബോഡീനെ നമുക്ക് എന്ത് പറയാം? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാന്ന് പറയാം. അതായത് നമ്മൾ ഫസ്റ്റ് കേസ് എക്സാമ്പിളിൽ പറഞ്ഞ പോലെ ഫുട്ബോളർ നമ്മൾ പെനാൽറ്റി എടുക്കുമ്പോൾ ഫുട്ബോൾ ഈസ് പ്ലേസ്ഡ് അറ്റ് റെസ്റ്റ്. സോ അവിടെ വെലോസിറ്റി ഈസ് 0. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഫുട്ബോൾ ഈസ് അറ്റ് റെസ്റ്റ്. സോ ഈ ഒരു രണ്ട് എക്സാമ്പിൾ, ഇതിവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി രണ്ട് ബോഡീസ് തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഒരു ഫുട്ബോളറും ഒരു ഫുട്ബോളും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. സെക്കൻഡ് കേസ് എടുത്ത് നോക്കിയാലോ, ഒരു മൂവിങ് ബസ്സാണ്. മൂവിങ് ബസ്സിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, അവിടെയും ഒരു ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ ഫുട്ബോൾ ഈസ് ഇനിഷ്യലി എന്താണ്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. സോ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് ആൻഡ് ദ ഫുട്ബോളർ വിൽ ഹിറ്റ് ദ ഫുട്ബോൾ. സോ ദാറ്റ് എന്താണ്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് മാറി ഫുട്ബോൾ ആക്ച്വലി മൂവ് ചെയ്യാൻ തുടങ്ങും, വിച്ച് മീൻസ് സ്റ്റേറ്റ് ഓഫ് മോഷനിൽ ചേഞ്ച് ഉണ്ടായി ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ. നമ്മൾ സെക്കൻഡ് കേസ് എടുത്ത് നോക്കിയാൽ ഇത് ഓൾറെഡി ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനെ സഡൻലി ബ്രേക്ക് ചെയ്താൽ ഓൾറെഡി സ്റ്റേറ്റ് ഓഫ് മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരുന്നു. സോ നമ്മൾ സഡൻലി ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് നിൽക്കുകയാണ്. സോ എവറി ബോഡി കംസ് ടു റെസ്റ്റ് അല്ലേ? സോ മോഷനിലുള്ള ഒരു ബോഡീനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും എന്ത് ഉപയോഗിക്കും? വി ക്യാൻ യൂസ് ഫോഴ്സ്. ഓക്കെ, സോ ഇവിടെ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഹാസ് ചേഞ്ച് ടു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് വെൻ വി അപ്ലൈഡ് എ ഫോഴ്സ്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ ഫോഴ്സസിന് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് ഉണ്ട്. സോ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് എന്താണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോണ്ടാക്ട് ഫോഴ്സ് ഓർ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയും. രണ്ട് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ബേസിക്കലി ഉള്ളത്. കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ഉണ്ട്. സോ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്? നമുക്ക് ആക്ച്വലി പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന്. ദർ ഷുഡ് ബി എ കോണ്ടാക്ട്, അതായത് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് ആയിരിക്കും. ആ രണ്ട് ഒബ്ജക്ട്സും തമ്മിൽ ഒരു കോണ്ടാക്ട് വരുമ്പോഴാണ് എന്ത് പറയുന്നത്? വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ എന്താണ് കാണുന്നത്? എ മാൻ ഈസ് പുള്ളിങ് സംതിങ്. ഒരു ലോൺ മൂവറിനെ ഒരു മാൻ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ആക്ച്വലി ദർ ഈസ് എ കോണ്ടാക്ട്. ഈ ഒരു പോയിന്റിൽ, അതായത് നമ്മൾ ആക്ച്വലി കൈവച്ചിട്ട് പുള്ളിയാണല്ലോ. സോ ഇവിടെ രണ്ട് ഇൻട്രാക്ടിങ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു മെഷീനും ഈ ഒരു മാനുമാണ്. സോ ദർ ഈസ് എ കോണ്ടാക്ട് ബിറ്റ്വീൻ ദീസ് ടു ഇൻട്രാക്റ്റീവ്. ഫിസിക്കലി ഒരു കോണ്ടാക്ട് ഉണ്ട്. സോ ദാറ്റ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. കോണ്ടാക്ട് ഫോഴ്സിന് മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് മസ്കുലർ ഫോഴ്സും ആൻഡ് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ഈസ് ഓൾസോ എ കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് ഓൾസോ മസ്കുലർ ഫോഴ്സ്. അതായത്
മോസ്റ്റ് ഓഫ് ദ ഫോഴ്സ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നു. സോ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ബാറ്റ് വെച്ചിട്ട് ബോളിനെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോൺടാക്ട് ഫോഴ്സ്. കാരണം എന്താ, ബാറ്റും ബോളും നമ്മൾ ഫിസിക്കലി കോൺടാക്റ്റിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ കേസ് എടുത്താൽ നമ്മൾ ഫുട്ബോളിനെ ഹിറ്റ് ചെയ്യുമ്പോൾ വി ആർ ആക്ച്വലി ഹാവിങ് ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ ദ ഫുട്ട് ആൻഡ് ദ ഫുട്ബോൾ. സോ മോസ്റ്റ് ഓഫ് ദ എക്സാമ്പിൾസ്, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡു ഇൻ റിയൽ ലൈഫ് ആർ എക്സാമ്പിൾസ് ഓഫ് എന്ത്, കോൺടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഓൾസോ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കോൺടാക്ട് ഫോഴ്സിൻ്റെ എക്സാമ്പിൾ ആണ്. ഫ്രിക്ഷൻ ഉണ്ടാകുന്ന എപ്പോഴാണ്, രണ്ട് ഒബ്ജക്ട്സ് വെൻ ദേ ആർ ഇൻ കോൺടാക്ട് ടു ഈച്ച് അതർ, ഒരു ഒബ്ജക്റ്റ് മറ്റേ ഒബ്ജക്റ്റിൻ്റെ മോഷനെ റെസിസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രിക്ഷൻ. സോ ഫ്രിക്ഷനും ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺടാക്ട് ഫോഴ്സ്. ഓക്കെ, സോ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെസിസ്റ്റിംഗ് ഫോഴ്സ് ടു മോഷൻ. അതായത് മൂവ് ചെയ്യുന്ന ബോഡീനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ ആക്ട്സ് ബിറ്റ്വീൻ ദ ഇന്റർഫേസ് ഓഫ് ടു ഒബ്ജക്ട്സ് വിച്ച് ആർ ഇൻ കോൺടാക്ട്. അതായത് രണ്ട് ഒബ്ജക്റ്റ് വെൻ ദേ ആർ ഇൻ ഫിസിക്കൽ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ, അവരുടെ കോൺടാക്റ്റിൻ്റെ ഇൻ്റർഫേസിലാണ് എന്ത്, ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇഫ് ടു ഒബ്ജക്ട്സ് ആർ നോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഐ എം ഹോൾഡിങ് ദിസ് പെൻ അല്ലേ. സോ ഇപ്പോൾ ഈ പെന്നും എൻ്റെ പാമും ആക്ച്വലി ഇൻ കോൺടാക്ട് ആണ്. സോ ദർ ഈസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദിസ് പാം ആൻഡ് മൈ പെൻ. സോ ഫ്രിക്ഷൻ ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് കോൺടാക്ട് ഫോഴ്സ്. ആൻഡ് ഫ്രിക്ഷൻ, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ആക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ മോഷൻ ഓഫ് ദ ബോഡി. അതായത് ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് ഈ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, സോ ഈ ഒരു നെക്സ്റ്റ് എക്സാമ്പിൾ, അതായത് നമുക്ക് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. സോ നോൺ കോൺടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താണ്, ദ ബോഡീസ് വിൽ നോട്ട് ബി ഫിസിക്കലി ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ. അതായത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് എപ്പോഴും ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ആ രണ്ട് ഒബ്ജക്ട്സും ഫിസിക്കലി കോൺടാക്ട് ഉണ്ടാവില്ല, ബട്ട് ആ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ മാഗ്നറ്റ് ഉണ്ട്. മാഗ്നറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. സോ മാഗ്നറ്റ് ആക്ച്വലി വെന്നെവർ ഒരു അയൺ റോഡ് നമ്മുടെ കയ്യിലുണ്ട് ആൻഡ് വി ആർ ഹാവിങ് എ മാഗ്നറ്റ്. ഓക്കെ, സോ ആ അയൺ റോഡിനെ നമ്മൾ മാഗ്നറ്റിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്, എന്താ സംഭവിക്കുന്നത്, ഒരു അയൺ റോഡ് ഇസ് ദെയർ ആൻഡ് വി ഹാവ് എ മാഗ്നറ്റ്. മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്ത് ആൻഡ് സൗത്ത് പോൾ വിൽ ബി ദെയർ. സോ ഈ അയൺ റോഡ്, ദിസ് ഈസ് എൻ അയൺ റോഡ്. ഓക്കെ, സോ ഈ അയൺ റോഡ് നമ്മൾ മാഗ്നറ്റിൻ്റെ അടുത്ത് വയ്ക്കുമ്പോൾ അയൺ റോഡ് വിൽ എക്സ്പീരിയൻസ് ദ ഫോഴ്സ് ഓഫ് ദിസ് മാഗ്നറ്റ്. എന്താ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ദ റിസൾട്ട്, ഈ അയൺ റോഡ് വിൽ ഗെറ്റ് അട്രാക്റ്റഡ് ടു ദ മാഗ്നറ്റ് അല്ലേ. സോ മാഗ്നറ്റിന് അടുത്തോട്ട് അട്രാക്റ്റ് ആവും. പക്ഷേ ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ്, അവർ തമ്മിൽ ഫിസിക്കൽ കോൺടാക്ട് ഉണ്ടായിരുന്നോ, ഇല്ലായിരുന്നു. സോ ദിസ് ഈസ് എ ഇൻട്രാക്ഷൻ വിത്തൗട്ട് എനി ഫിസിക്കൽ കോൺടാക്ട്. സോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്ത്, നോൺ കോൺടാക്ട് ഫോഴ്സസിന് എക്സാമ്പിൾ ആണ്. അടുത്ത കേസ് എന്ന് പറയുന്നത് ഇത് ഫേമസ് എക്സാമ്പിൾ ഓഫ് ആപ്പിൾ ഫാളിങ് ഓൺ ന്യൂട്ടൺസ് ഹെഡ്. സോ ഗ്രാവിറ്റി കാരണമാണ് എല്ലാ ഒബ്ജക്ട്സും താഴെ വീഴുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും വി ആർ എക്സ്പീരിയൻസിങ് ദാറ്റ് ഫോഴ്സ് അല്ലേ. രണ്ട് ഒബ്ജക്ട്സ്, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഈസ് ആൻ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇപ്പോൾ ഇഫ് ഐ ഡ്രോപ്പ് ദിസ് പെൻ ഇറ്റ് ഗോസ് ഡൗൺ. അതിൻ്റെ റീസൺ എന്താ, അത് കാരണം എന്താ, ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് താഴോട്ട് വന്നത്. സോ ഗ്രാവിറ്റി എന്ന് പറയുന്നതും ഒരു നോൺ കോൺടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് നോൺ കോൺടാക്ട് ഫോഴ്സ്, ദ ടൈപ്പ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ് which occur without any physical contact is known as gravitational force or non-contact force. And an example ആണ് എന്ത്, gravitational force, electrostatic force and magnetic force are some examples of എന്ത്, non-contact forces. Okay, so non-contact forcesന്റെ basic idea എന്ന് പറയുന്നത് നമുക്കത് ആക്ച്വലി കാണാൻ പറ്റില്ല. ലൈക്ക് ഫിസിക്കലി there will not be any contact between the objects. പക്ഷേ ആ ഫോഴ്സിൻ്റെ എക്സ്പീരിയൻസ്, ആ ഫോഴ്സിൻ്റെ എഫക്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് ആക്ച്വലി ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ്സ് എൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. സോ ദാറ്റ് ആ ഒരു ലൈക്ക് ബോഡീസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഷേപ്പ് ഓർ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രഷറാണ്. സോ ഇവിടെ നിങ്ങൾക്കൊരു സിനാരിയോ, ഇവിടെ ആക്ച്വലി ഒരു പോർട്ടർ ഈസ് ക്യാരിങ് എ വെയിറ്റ് ഓൺ ഹിസ് ഹെഡ് അല്ലേ, കുറച്ച് വെയിറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. സോ ഇഫ് ഐ ആഡ് വൺ മോർ വെയിറ്റ് ഓവർ ഹിസ് ഹെഡ് വാട്ട് വിൽ ഹാപ്പൻ, എന്താ സംഭവിക്കുക, കൂടുതൽ വെയിറ്റ് ലൈക്ക് ഒരു ലഗേജും കൂടെ ഞാൻ ആളുടെ ഹെഡിൻ്റെ പുറത്ത് വെച്ചാൽ ഹി വിൽ ഫീൽ മോർ വെയിറ്റ് അല്ലേ. കാരണം എന്താ, ഒബ്വിയസ്ലി വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട്, പക്ഷേ ഹി വിൽ ഫീൽ മോർ ഓഫ് ദി എഫക്റ്റ് ഓഫ് വെയിറ്റ്. സോ പ്രഷർ എന്ന് പറയുന്നത് എന്താ, പ്രഷർ ഈസ് ദി എഫക്റ്റ് ഓഫ് വെയിറ്റ് ദാറ്റ് വി ഫീൽ ഓൺ അവർ സെൽഫ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ വെയിറ്റിൻ്റെ ഒരു എഫക്റ്റിനെയാണ് നമുക്ക് പ്രഷർ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ പ്രഷർ സോളിഡ് ഒബ്ജക്ട്സിൽ മാത്രമാണ് ആക്ട് ചെയ്യുന്നത് അല്ല, പ്രഷർ ക്യാൻ ബി ആക്റ്റഡ് ഇൻ ലിക്വിഡ്സ് ഓൾസോ. പ്രഷർ നമ്മൾ പറഞ്ഞു, പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിറ്റ് ഓഫ് എ ബോഡി ആക്ടിങ് ഓൺ എൻ ഒബ്ജക്റ്റ്, അതിൻ്റെ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞത്. സോ വെയിറ്റ് ഉള്ള എല്ലാ ഒബ്ജക്ട്സിനും ക്യാൻ അപ്ലൈ പ്രഷർ അല്ലേ. സോ
സോ പ്രഷർ ക്യാൻ ബി ആക്റ്റഡ് ഓൺ ലിക്വിഡ് ഓൾസോ. ലിക്വിഡും ഒരു ഒബ്ജക്റ്റിൽ പ്രഷർ എക്സേർട്ട് ചെയ്യും. അറ്റ് ദ സെയിം ടൈം എയറും ഉണ്ട്. എയർ നമ്മുടെ ചുറ്റിനും എയർ ഉണ്ട്. സോ എയർ ഓൾസോ ക്യാൻ എന്താണ്, എയറിനും ഒരു ഒബ്ജക്റ്റിൽ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രഷർ ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പ്രഷർ ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ലിക്വിഡ്, അതായത് ഒരു ലിക്വിഡ് ഒരു ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രഷർ ഇൻ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇവിടെ നമുക്കൊരു സിനാരി, അതിൻ്റെ ലൈക്ക് എഫക്റ്റ്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളൊരു വി ഹാവ് എ ബോട്ടിൽ ഹിയർ ആൻഡ് ഓൾസോ നമുക്കൊരു ട്യൂബ് ഉണ്ട്. സോ ഈ ട്യൂബിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്, ഈ ട്യൂബിലൂടെ ആക്ച്വലി വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട് അല്ലേ. സോ ഇഫ് ഐ ടേക്ക് വൺ പോയിന്റ് ഹിയർ, ഇവിടുത്തെ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്, ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യാണ്. സോ ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, മുകളിലോട്ട് എന്താണ്, മുകളിൽ കുറച്ചധികം ലൈക്ക് വാട്ടർ ഈസ് ദയർ. സോ ഈ വെള്ളം എല്ലാ ഡയറക്ഷനും, ഈ ഒരു പോയിന്റിലെ എല്ലാ ഡയറക്ഷനിലോട്ടും ഫോഴ്സ് അപ്ലൈ ചെയ്യും. വെള്ളത്തിൻ്റെ വെയിറ്റ് കാരണം ഈ ഒരു പോയിന്റിന് ദർ വിൽ ബി ഫോഴ്സസ് ആക്ടിങ് ഫ്രം ഓൾ ദ ഡയറക്ഷൻ. സോ ആ പോയിന്റിലെ യൂണിറ്റ് ഏരിയ, ആ പോയിന്റിൻ്റെ ഏരിയ ആൻഡ് ദ നോർമൽ ഫോഴ്സ്, അതായത് പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ടിങ്, വെള്ളത്തിൻ്റെ വെയിറ്റ് കാരണമുള്ള പെർപെൻഡിക്കുലർ ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് ഏരിയനെയാണ് എന്ത്, നമുക്ക് ലിക്വിഡ് പ്രഷർ എന്ന് പറയാൻ പറ്റുന്നത്. സോ ലിക്വിഡ് പ്രഷർ നമുക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. സോ ഈ ഒരു കേസ് എടുത്ത് നോക്കിയാൽ മുകളിലുള്ളൊരു, ഞാൻ ഇവിടെ ഒരു മേ ബി ലെറ്റ് us say that ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ഇതൊരു, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് പോയിന്റ് ഞാൻ കുറച്ചുകൂടെ ഡീപ്പ് ഡൗൺ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. സോ ഈ രണ്ട് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഈ രണ്ട് പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. കാരണം എന്താണ്, ഇപ്പോൾ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രഷർ ആക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു പെർപെൻഡിക്കുലർ ഫോഴ്സ് വേണം അല്ലേ. സോ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു, ഞാൻ ഒരു പ്ലേറ്റ്, ഇവിടെ ഒരു റെക്റ്റാങ്കുലർ പ്ലേറ്റ് വെച്ചാൽ ആ റെക്റ്റാങ്കുലർ പ്ലേറ്റിൻ്റെ മുകളിൽ ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും ആണല്ലോ. സോ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റും ഈ താഴത്തെ പോയിന്റിൽ, താഴത്തെ റെക്റ്റാങ്കുലർ പ്ലേറ്റിൽ ആക്ട് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഏതിനായിരിക്കും കൂടുതൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്, താഴത്തെ പോയിന്റിലായിരിക്കും മുകളിലത്തെ പോയിന്റിലായിരിക്കും കൂടുതൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്? താഴത്തെ പോയിന്റിലാണ് കൂടുതൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താ, നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഈ ഒരു പോയിന്റിന് മുകളിൽ ഇത്രയും എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ട് അല്ലേ, വെള്ളത്തിൻ്റെ അളവ് ആക്ച്വലി കൂടുതലാണ്. സോ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് എന്താണ്, അത് മൂലമുണ്ടാകുന്ന വെയിറ്റ്, അത് കാരണം ഉണ്ടാകുന്ന വെയിറ്റ് ആക്ട് ചെയ്യുന്നതും കൂടുതലാണ്. സോ വെൻ വി ഗോ ഡീപ്പ് ഡൗൺ വാട്ടറിൻ്റെ അകത്തോട്ട്, നമ്മൾ താഴോട്ട് പോകുന്നതോറും എന്താ സംഭവിക്കുന്നത്, പ്രഷർ ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്, കാരണം വെയിറ്റ് ഓഫ് ദ വാട്ടർ എബവ് ദാറ്റ് പോയിന്റ് ഈസ് മോർ. സോ വെൻ വി ഗോ ഡീപ്പ് ഡൗൺ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ. നമ്മൾ ഡാം എന്ന് പറയുന്നത് എന്താ, വെള്ളം സ്റ്റോർ ചെയ്യാനല്ലേ യൂസ് ചെയ്യുന്നത്. റിവർ വാട്ടർ സ്റ്റോർ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, നമ്മൾ ഡാംസ് ഉണ്ടാക്കുന്നത്. സോ ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡാംസ് ആക്ച്വലി എന്താണ്, ഒരു റിവറിൻ്റെ അവിടെ ഒരു ഡാം, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ഓഫ് എ ഡാമാണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, താഴെ ആക്ച്വലി ഈ ഒരു പോർഷൻ്റെ വീതി, ഈ ഒരു പോർഷൻ്റെ വിഡ്ത്ത് ആക്ച്വലി കൂടുതലാണ്. ഇപ്പം മുകളിലുള്ള പോർഷനേക്കാളും വിഡ്ത്ത് താഴെയുള്ള പോർഷനാണ്. അതിൻ്റെ റീസൺ എന്താ, അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡ്സിൻ്റെ കേസിൽ നമ്മൾ ലിക്വിഡ്സിന് താഴോട്ട് പോകുന്നതോറും പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. സോ ഇവിടെയുള്ള പ്രഷർ, അതായത് ഇവിടെ ലിക്വിഡ് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഈ ലിക്വിഡും വാളും, ഡാമിൻ്റെ വാളും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ വരുന്നുണ്ടല്ലേ. സോ ഒബിയസ്ലി ലിക്വിഡ് എന്ത് ചെയ്യും, ഈ വാളിനെ പിടിച്ച് തള്ളാൻ നോക്കും. സോ അതായത് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രഷർ ഈ ഏറ്റവും താഴത്തെ പോയിന്റിൽ ഉണ്ടാകുന്ന പ്രഷറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് പറഞ്ഞത്, വെള്ളത്തിൻ്റെ അളവ് താഴെ കൂടുതലാണ്. സോ വെള്ളത്തിൻ്റെ അളവ് താഴെ കൂടുതലായതുകൊണ്ട് താഴെ നിന്നുള്ള പുഷ്, അതായത് ഈ വെള്ളം താഴെ നിന്ന് പുഷ് ചെയ്യുന്നത് കൂടുതൽ ഫോഴ്സിലാണ്. സോ കൂടുതൽ ഫോഴ്സിൽ പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലേ. സോ കൂടുതൽ ഫോഴ്സിൽ പുഷ് ചെയ്താൽ ഇറ്റ് മീൻസ് ദാറ്റ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കൂടുതൽ പ്രഷർ ആക്ട് ചെയ്യും. സോ പ്രഷർ വിൽ ബി മോർ ഓൺ ദ ഡീപ്പർ പാർട്ട് ഓഫ് ദ റിവർ. സോ ഇവിടെയുള്ള പ്രഷർ ആക്ച്വലി ഭയങ്കര കൂടുതലാണ്. സോ അത്രയും പ്രഷറിനെ നമുക്ക് താങ്ങി നിർത്തണം. സോ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ലൈക്ക് ഇവിടെ ഈ സൈഡിൽ നിന്ന് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ വാട്ടർ പ്രഷറിനെ താങ്ങി നിർത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഡാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡാംസിൻ്റെ ബോട്ടം പാർട്ട് മോർ വൈഡർ ആക്കുന്നത്. സോ ഇവിടെ കൂടുതൽ വൈഡർ ആക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഡാമിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ഈ സെയിം വിഡ്ത്തിലാണ് നമ്മൾ ഡാം താഴോട്ടും പണിയുന്നത് ഉണ്ടെങ്കിൽ ഡാം ആക്ച്വലി പൊട്ടിപ്പോവും. ആ വെള്ളത്തിൻ്റെ വെയിറ്റിനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് ഈസ് ആൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് എന്ത്, ലിക്വിഡ് പ്രഷറിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഈ ഒരു കേസ് എന്ന് പറയുന്നത്. ഓക്കെ,
സോ നെക്സ്റ്റ് കേസ്, ഇപ്പം നമ്മൾ രണ്ട് കേസസിലുള്ള പ്രഷറിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രഷർ എക്സേർട്ടഡ് ബൈ സോളിഡ്സ്, അതായത് സോളിഡ് ഒബ്ജക്ട്സുകളെ എങ്ങനെയാണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ സോളിഡ് ഒബ്ജക്ട്സിൻ്റെ പ്രഷറിന് എക്സാമ്പിളാണ് നമുക്കിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ. സോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു പെൻ വെച്ചിട്ടാണ് എന്നെ പിഞ്ച് ചെയ്യുന്നതെങ്കിൽ എനിക്ക് വേദന കുറവായിരിക്കും എടുക്കുന്നത്. ആൻഡ് ഇത് എൻ്റെ ശരീരത്തിനകത്തോട്ട് എന്തായാലും കയറത്തുമില്ല. സോ ഇഞ്ചക്ഷൻ നിങ്ങൾ സൂചി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും സൂചി എന്തുകൊണ്ടാണ് ഷാർപ്പാക്കിയേക്കുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. സോ ഷാർപ്പ് ആവുമ്പോൾ ആ സൂചിൻ്റെ ടിപ്പിലുള്ള, അതായത് ഇപ്പം നമുക്കൊരു സിറിഞ്ച് കൺസിഡർ ചെയ്താൽ ലൈക്ക് സിറിഞ്ചിൻ്റെ ടിപ്പിലുള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയൊരു ഏരിയ ആണ്. ഈ ഒരു ഏരിയ ഈസ് വെരി സ്മോൾ. ഓക്കെ, സോ ഏരിയ കുറയുമ്പോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണ്. സോ ഓബ്വിയസ്ലി ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എന്തായിരിക്കും, ആ സൂചി എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വിൽ ബി മോർ. സോ അതുകൊണ്ടാണ് ലൈക്ക് കൂടുതൽ പ്രഷർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ സൂചി വെച്ച് ലൈക്ക് നമ്മൾ സിറിഞ്ച് വെച്ച് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ സിറിഞ്ച് ആക്ച്വലി നമ്മുടെ ശരീരത്തിനകത്തോട്ട് കയറുന്നത്. സോ അതിന് ഇപ്പം നമുക്ക് സിറിഞ്ചിൻ്റെ ഏരിയ വലുതാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വലുതാക്കി കഴിഞ്ഞാൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ കുറയും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ഓബ്വിയസ്ലി ഇറ്റ് വിൽ നോട്ട് എൻ്റർ അല്ലേ. നമ്മൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പോർട്ടറിൻ്റെ തലയിൽ വെയിറ്റ് വയ്ക്കുന്ന കേസ് പറഞ്ഞു. സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, പോർട്ടേഴ്സ് ആക്ച്വലി ഒരു ക്ലോത്ത് വെക്കുന്നുണ്ട്. ഒരു ക്ലോത്ത് ഈ വെയിറ്റിൻ്റെ ഹെഡിൻ്റെ ഇടയിൽ ഒരു ക്ലോത്ത് അവർ ചുറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ആക്ച്വലി രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, നമുക്ക് അതൊരു കുഷനിങ് എഫക്റ്റ് തരും. ലൈക്ക് ഡയറക്റ്റ്ലി നമ്മളൊരു വെയിറ്റ് തലയിൽ വെക്കുമ്പോൾ എന്തായാലും കൂടുതൽ വേദന ഫീൽ ചെയ്യും. ലൈക്ക് ഹാർഡ് സൂട്ട് കേസ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ വേദന ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളൊരു തുണി വെക്കുമ്പോൾ ഒരു കുഷനിങ് എഫക്റ്റ് എന്തായാലും കിട്ടും. പ്ലസ് രണ്ടാമത്തത് ഒരു സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഈ തോർത്ത് ആക്ച്വലി അല്ലെങ്കിൽ ഒരു ക്ലോത്ത് നമ്മൾ ചുറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ ഏരിയ അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഹെഡിൻ്റെ ഏരിയനേക്കാളും കൂടുതൽ ഏരിയയിലായിരിക്കും ചുറ്റി വയ്ക്കുന്നത്. സോ സർഫസ് ഏരിയ അവിടെ ഇൻക്രീസ് ആവുന്നുണ്ട്. സോ സർഫസ് ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ സംഭവിക്കുന്നത് എന്താ, പ്രഷർ ആക്ച്വലി കുറയും. സോ ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ആകുമ്പോൾ പ്രഷർ കുറയും. സോ പ്രഷർ കുറയുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റിൻ്റെ ആ ഫീലിംഗ് ഓഫ് ദാറ്റ് വെയിറ്റ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ അതിന് വേണ്ടിയിട്ടാണ് പോർട്ടേഴ്സ് ഈ ഒരു ക്ലോത്ത് ആക്ച്വലി തലയിൽ ചുറ്റി വയ്ക്കുന്നത്. നോട്ട് ജസ്റ്റ് ഫോർ ദ കുഷനിങ് എഫക്റ്റ്. നമ്മൾ വിചാരിക്കും തലവേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഷനിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നതെന്ന് വിചാരിക്കും. അതിനുവേണ്ടി മാത്രമല്ല, അതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. ആൻഡ് ആ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത് വെച്ച് അവർ കവർ ചെയ്യുന്നത്. ക്ലോത്ത് ആക്ച്വലി അവർ തലയിൽ കെട്ടുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ രണ്ടാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞ ലിക്വിഡ്സിൻ്റെ പ്രഷറായിരുന്നു. ഇനി നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾക്ക് ചുറ്റുപാട് എയർ ഉണ്ട്. സോ എയറിനും എയർ എന്ന് പറയുന്നതും ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മാറ്റർ അല്ലേ. സോ വിച്ച് എവർ സബ്സ്റ്റൻസ് ആസ് മാറ്റർ ഉള്ള എല്ലാ സബ്സ്റ്റൻസിനും വെയിറ്റ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. സോ എയറിനും വെയിറ്റ് ഉണ്ട്. സോ ഈ എയറിൻ്റെ വെയിറ്റ് കാരണം നമുക്ക് ചുറ്റിലും ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. ആ പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി എർത്തിൻ്റെ ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ അതായത് എർത്തിന് ചുറ്റിലും എയർ ഉണ്ട്. ആ എയറിൻ്റെ ഡിഫറെൻറ്റ് ലേയേഴ്സ് ഉണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ലേയേഴ്സ് ഉണ്ട്. സോ ലെറ്റ് us say that നമുക്ക് ഈ ഒരു ഗ്രൗണ്ട് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ ഒരു ഗ്രൗണ്ട് പൊസിഷനിൽ ഞാൻ നിൽക്കുകയാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈ എയറിന് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എയർ കണ്ടെയ്ൻസ് മാറ്റർ. സോ മാറ്റർ ഉള്ളത് കൊണ്ട് തന്നെ അതിന് വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും ലേയേഴ്സ് ഓഫ് എയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈക്ക് ഡിഫറെൻറ്റ് ലേയേഴ്സ് ഓഫ് എയർ ഉണ്ട്. സോ ഒരുപാട് വെയിറ്റ് ആക്ച്വലി ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്താൽ ഈ സർഫസിൽ ആക്ച്വലി ഈ വെയിറ്റ് ഓഫ് ദി എയർ, എയറിൻ്റെ വെയിറ്റ് കാരണം എർത്തിൻ്റെ സർഫസിൽ ആ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റിനെയാണ് നമ്മൾ പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദി എയർ ഓൺ ദ എർത്തിൻ്റെ സർഫസ്. ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് എയറിൻ്റെ വെയിറ്റ് കാരണം എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ് പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് ദി എയർ ഓൺ ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ആസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ നമ്മളിവിടെ 3 കാറ്റഗറീസ് ഓഫ് പ്രഷർ, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പ്രഷർ നമ്മൾ പഠിച്ചു. പ്രഷർ എക്സേർട്ടഡ് ഇൻ സോളിഡ്സിൻ്റെ കേസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ പ്രഷർ എക്സേർട്ടഡ് ഇൻ ലിക്വിഡ്സിൻ്റെ കേസ് പറഞ്ഞു. ദെൻ എയർ കാരണം, അതായത് എയറിൻ്റെ വെയിറ്റ് കാരണം നമ്മൾക്ക് ചുറ്റിലും അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ പറയുന്നത്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ വിച്ച് മീൻസ് ദാറ്റ് പ്രഷർ ഡ്യൂ ടു ഗ്യാസസ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു.
സോ നമുക്കൊന്നുകൂടെ റീകളക്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. രണ്ട് ഒബ്ജക്ട്സ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സം ചേഞ്ചസ് വിൽ ഹാപ്പൻ. അതൊന്നില്ലെങ്കിൽ എന്താണ്? ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാം, ഓർ എൽസ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഫോഴ്സിൻ്റെ എഫക്റ്റായ പ്രഷർ എന്താണെന്ന് പഠിച്ചു. അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രഷർ എന്ന് പഠിച്ചു. ആൻഡ് പ്രഷർ ആക്ടിങ് ഇൻ ഡിഫറെൻറ്റ് സിനാരിയോസ്. അതായത് പ്രഷർ ഇൻ ലിക്വിഡ്സ് ഉണ്ട്, പ്രഷർ ഇൻ സോളിഡ്സ് ഉണ്ട്, ആൻഡ് പ്രഷർ ഇൻ ഗ്യാസസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഫോഴ്സിൻ്റെ ബേസിക് ഐഡിയ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഹയർ ഗ്രേഡ്സിലോട്ട് പോകുമ്പോൾ ഫോഴ്സും മോഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. സോ ഒരു ഒബ്ജക്റ്റ് ഇൻ മോഷൻ, അതായത് മോഷനിലിരിക്കുന്ന ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ വാട്ട് ചേഞ്ചസ് വിൽ ഹാപ്പൻ എന്നുള്ളത് നിങ്ങൾ ഹയർ ഗ്രേഡ്സിൽ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. So if you are curious to know more about that now itself, you can actually visit our link. ആ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആക്ച്വലി എക്സ്പ്ലോർ ചെയ്യാം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെയും മോഷൻ്റെയും റിലേഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ഹാവ് ലേൺ ടുഡേ. സോ ഇന്നത്തെ സെഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Manorama Horizon. Learning made simple.